തന്റെ മൊത്തം സേവിങ്സ് ഞാൻ ഒരു കോയിനിൽ ഇട്ടിട്ടുണ്ട്. മോനെ 2-3 മാസം കൊണ്ട് ഞാൻ മൾട്ടി മില്യണർ ആകാൻ പോയത്. ഓക്കെ, രാവിലെ മുതൽ ഞാൻ അങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. മൂഞ്ചി തെറ്റിയിട്ടുള്ളത് എന്റെ ക്രിപ്റ്റോ സ്കാമായി. ഇത് ആരെങ്കിലും നല്ല നോളജ് ഉള്ള നല്ല ക്രിപ്റ്റോ എക്സ്പേർട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ അറിയില്ല, ആരെങ്കിലും നല്ല ബേസിക് നോളജ് ഉള്ള ആരും വേണ്ട. ഞാൻ കുറെ ആൾക്കാരോട് സംസാരിച്ച് സൊല്യൂഷൻ ഇല്ല. ഈ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ക്രിപ്റ്റോ നോളജ് നല്ലോണമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്പർ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എനിക്കൊന്ന്. നമസ്കാരം. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ് തൊപ്പി കരഞ്ഞോണ്ടിരിക്കുന്നത്. കാരണം തൊപ്പിയുടെ ഇൻവെസ്റ്റ് ചെയ്തൊക്കെ പോയി എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഈ തൊപ്പിയെ സംബന്ധിച്ച് ഇതൊന്നും ഒന്നും അല്ലെന്ന് അറിയാം. പിന്നെ ഈ കാണിച്ചത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് വരെ എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞിടയിൽ തൊപ്പി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലൈവില് ഇൻകത്തിന്റെ മന്ത്ലി ഇത്ര കിട്ടും അത്ര കിട്ടും എന്നൊക്കെ. പിന്നെ അതുകൂടാതെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കുറച്ച് നാൾ മുമ്പ് തൊപ്പിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ 3-4 മാസം കൊണ്ട് ഞാനാണെങ്കിൽ ഒരു മില്യണർ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ആ തള്ളു കേട്ടപ്പോൾ തന്നെ തോന്നി ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന്. പക്ഷേ ഇതിൽ സ്ക്രിപ്റ്റഡ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇനി ഇൻകം ടാക്സിനൊക്കെ പേടിച്ചിട്ട് എന്റെ കയ്യിൽ നിന്നുള്ളതെല്ലാം പോയി എന്ന് പറഞ്ഞതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും കള്ളങ്ങളാണെങ്കിൽ അടുത്ത തന്നെ പൊട്ടും. അഥവാ ഇനിയും സ്കാം ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്തവർ പിടിക്കപ്പെട്ടിട്ട് തൊപ്പിയുടെ പൈസ തിരിച്ചു കിട്ടണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ബാക്കി മൂസാനിക്കാരന്റെ പീടികയിൽ കിട്ടുന്ന സാധനമല്ല ഈ ബിറ്റ് കോയിൻ. ഇതിനെ കുറിച്ചൊന്നും അറിയണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. കേട്ടില്ല, കാരണം എനിക്ക് ബാക്കിയെല്ലാം അറിയാതെ. ഇത് 52 ലക്ഷം ഉള്ളതാണോ? ഒരു 50,000 1 ലക്ഷത്തില് ഉണ്ടാവും. ഒരു കോയിന്റെ 52 ലക്ഷം, അതെങ്ങനെ ശരിയാവോ? ഒരു കോയിന് അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, ഒരു കോയിൻ അതാറ്റം മിസ്സായി പോയി തരുമല്ലേ എന്റെ മോനെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, നമ്മ ബസ്സിലായിട്ട് കയറിയിട്ട് ഇറങ്ങുമാറ്റ കുനിയുമാറ്റ വീണ് പോയി പോക്കത്തുന്നത് 52 ലക്ഷം പോയില്ലേ. ഞാൻ മൊത്തം ഒരു വലിയ റിസ്ക് എടുത്തിട്ട് ഞാൻ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏത് കോയിനാന്ന് പറയില്ല, ബിറ്റ് കോയിൻ അല്ല വേറൊരു കോയിനിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രേഡിംഗിൽ ഇതിലൊക്കെ ഇറങ്ങണമെന്നുണ്ട്. ഇപ്പൊ അല്ല, കുറച്ച് സമയം കഴിഞ്ഞാ. പക്ഷെ ഞാനൊരു കോയിൻ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ വലിയ റിസ്ക് തന്നെ എടുത്തു. കാരണം ആ കോയിൻ മുകളിലേക്ക് പോകുന്ന അത്രയും ഉറപ്പനക്ക് കിട്ടി. ഞാൻ മൊത്തം എന്റെ കയ്യിലുള്ള ഓൾമോസ്റ്റ് ഉള്ളതെല്ലാം ഞാൻ കോയിൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. മുത്തേ കുറച്ച് ദിവസം ഡോജ് കോയിൻ എന്നല്ല, ഇല്ല ഡോജ് കോയിൻ ആവാൻ അല്ലാതിരിക്കാം. അത് ഞാൻ പറയില്ല ഏത് കോയിനാ ഞാൻ പറയില്ല. പിന്നെ നിങ്ങളെല്ലാം ഇൻവെസ്റ്റ് ചെയ്തേ, പിന്നെ ഞാൻ എന്താവും അങ്ങനെ കുറെ ആൾക്കാരിൽ വന്നാ ഇതാവും ചിലപ്പോ. അമ്മ എനിക്ക് അറിയില്ല അതിന്റെ രീതി എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഒരു കോയിനിൽ എന്റെ മൊത്തം സേവിങ്സ് ഞാൻ ഒരു കോയിനിൽ ഇട്ടിട്ടുണ്ട്. മോനെ 2-3 മാസം കൊണ്ട് ഞാൻ മൾട്ടി മില്യണർ ആകാൻ പോയത്. ഓക്കെ, അപ്പൊ തൊപ്പി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ആ വീഡിയോ നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാം. പക്ഷെ ഇത് സ്കാം ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും തൊപ്പി പറയുന്നത് ലൈവ് വന്നിട്ട് കുറച്ച് പറയുന്ന കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്ക് കേട്ട് നോക്കാം. കാണാത്തവർക്ക് ഞാൻ ഇവിടെ വെക്കുകയാണ്. രാവിലെ മുതൽ ഞാൻ അങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. മൂഞ്ചി തെറ്റിയിട്ടുള്ളത് എന്റെ ക്രിപ്റ്റോ സ്കാമായി. ഇത് ആരെങ്കിലും നല്ല നോളജ് ഉള്ള നല്ല ക്രിപ്റ്റോ എക്സ്പേർട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ അറിയില്ല, ആരെങ്കിലും നല്ല ബേസിക് നോളജ് ഉള്ള ആരും വേണ്ട. ഞാൻ കുറെ ആൾക്കാരോട് സംസാരിച്ച് സൊല്യൂഷൻ ഇല്ല. ഈ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ക്രിപ്റ്റോ നോളജ് നല്ലോണമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്പർ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ, ഇത് ഞാൻ ഒന്ന് പറഞ്ഞിട്ടില്ല, ഒരു കോയിനിൽ ഞാൻ ക്രിപ്റ്റോയിൽ ഞാൻ എന്റെ മൊത്തം സേവിങ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ നോട്ടില്ല. അത് നല്ലൊരു പണി കിട്ടി, സ്കാം ആയിരുന്നു. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തേ മതിയാവും, വേറെ വഴിയൊന്നുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. ഓക്കെ, പിന്നെ ക്രിപ്റ്റോയില് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മിനിമം 6 മാസമെങ്കിലും ഇതിനെക്കുറിച്ച് പഠിക്കുക. മൊത്തം ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാണ്ട് ഈ പരിപാടിക്ക് ഇറങ്ങാണ്ടിരിക്കുക. ഓക്കെ, ഇതാരെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ വിളിക്കുക. എനിക്ക് പോയിന്റെ പകുതിയെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി. ഇതാണ് ഇപ്പൊ തന്റെ അവസ്ഥ. രാവിലെ മുതൽ മറ്റേ കോയിനെ വെയിലത്ത് അയച്ചിട്ട പോലെ ഞാൻ അങ്ങോട്ടും നടക്കുന്നത്. അല്ല, ഇത് വരണമെന്ന് ചോദിച്ചാൽ ഞാനിത് വന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് തമാശയായിരിക്കും. സ്ക്രിപ്റ്റ് ചെയ്യാം. കാരണം മൂന്ന് എന്റെ ഉമ്മ സത്യം ഞാൻ പറയാലോ, ഞാൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ, കഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റും അത്രയും. ഓക്കെ, എന്നാലും എന്റെ ഒരു എഫേർട്ട് ഇല്ലടാ അതില്, എന്റെ എഫേർട്ട് ഇല്ലടാ. നിങ്ങൾക്ക് ഇതെല്ലാം എന്താ തമാശ? എത്ര പോയിന്നാ ഡിജിറ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ നാളെ എന്തായാലും മിക്കവാറും ഞാൻ നാളെ പോയിട്ട് സൈബർ സെല്ലിൽ കേസ് കൊടുക്കണമെങ്കിൽ ഇത് കുടുങ്ങി കിടക്കാമെന്ന് എനിക്ക് തിരിച്ചു കിട്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പ് കിട്ടണം. ഞാനിത് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇത് ചെയ്തതാണടാ. അതാണ് ഞാൻ ഒരു ഐഡിയ ഇല്ലാണ്ട് ഒരാഴ്ചത്തെ റിസർച്ചും കൊണ്ടാണ് ഇത് ചെയ്തത്. 2-ആഴ്ച എത്രയാണത്? മിനിമം 1 മാസം പോലും ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല. അതാണ് പറ്റിയത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ മൊത്തമായിട്ട് നോക്കുക, മൊത്തമായിട്ട് ഇതിനെക്കുറിച്ച് ഫുള്ള് പഠിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ കേരളത്തിലുള്ള ബെസ്റ്റ് ക്രിപ്റ്റോ എക്സ്പേർട്ട് ആരാ ഒന്ന് പറഞ്ഞേ, എക്സ്പേർട്ട് ആരാന്ന് പറഞ്ഞേ. ഞാൻ കുറെ ആൾക്കാരോട് സംസാരിച്ച് എക്സ്പേർട്ട്
ഇത് കണ്ടിട്ട് ഒരു അവയർനെസ് വീഡിയോ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ പറയാനാണെങ്കിൽ തൊപ്പി ഡീറ്റെയിൽ ആയിട്ട് പറയണമായിരുന്നു. ആരാണ് ഇൻവെസ്റ്റ് ചെയ്തത്, ആരുടെ സഹായത്തോടാണ് ഇത് ചെയ്തത്, ആണെങ്കിൽ ഏത് കോയിൻ ആണ്, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പ്രൂഫ് സഹിതം പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ വിശ്വാസമാവും. അല്ലാതെ ഒരു പ്രൂഫും ഇല്ലാതെ ഇതൊക്കെ വന്ന് അവയർനെസ് എന്ന രീതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് ജസ്റ്റ് ഒരു പറച്ചിൽ മാത്രമായി പോയി. അറ്റ്ലീസ്റ്റ് പ്രൂഫ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സംസാരിക്കും തൊപ്പി, അതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ ഇതൊരു വിശ്വസിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വാ തൊപ്പി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിപ്റ്റോ മച്ചാന്റെ ഈ വീഡിയോ കണ്ടപ്പോ തന്നെ ഞാൻ ബാക്ക് വലിയണായിരുന്നടാ. ഇത് കണ്ടോ, എന്റെ മൊത്തം സേവിങ്സ് ഞാൻ ഒരു വാലിട്ടിട്ടുണ്ട് മോനെ. 2-3 മാസം കൊണ്ട് ഞാൻ മൾട്ടി മില്യണറാകാൻ പോയി. എനിക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനകം ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള റീലാണിത്. ഇതിന്റെ ഫാക്ട് തൊപ്പി പറഞ്ഞ കോയിൻ ഏതാണെന്ന് നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, തൊപ്പി ക്രിപ്റ്റോയിൽ പുതുതാണ്. സോ ഒന്നെങ്കിൽ തൊപ്പിയെ ഏതെങ്കിലും റെക്രൂട്ട് ടീം അവരുടെ ടോക്കൺ ബൈബാക്ക് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫേക്ക് ടെലിഗ്രാം അഡ്മിൻസ് ഏതെങ്കിലും. ഞാൻ കണ്ടപാടന്നെ ഞാൻ ഇതിനെക്കുറിച്ച് നോക്കണായിരുന്നടാ. ഞാനിത് എല്ലാരും പറയുന്ന പോലത്തെ കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടടാ, മണ്ടത്തരായി പോയടാ. കോയിൻ തൊപ്പിയെ ക്യാൻവാസ് ചെയ്തിട്ടുണ്ടാവണം. സോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ക്രിപ്റ്റോയിൽ there is no shortcut. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ക്രിപ്റ്റോയെ പറ്റി പഠിക്കണം, അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ബൂമാവാൻ പോകുന്ന 5 കോയിനുകളെ പറ്റി അറിയണമെങ്കിൽ, യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കോയിനെ പറ്റി അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട്. എന്റെ അടക്കം അവന്റെ പുട്ടുകച്ചവടം, ഇവിടെ ആള് ഇന്ത്യക്ക് തീ പിടിച്ച് അടക്കും അവന്റെ പുട്ടുകച്ചവടം. ആരും കൊണ്ട് മൂട്ടി തീയിട്ടതല്ലോ തൊപ്പി, നീയായിട്ട് കൊണ്ട് തീയെല്ലാം കൂട്ടി അതിന്റെ മണ്ട കയറി ഇരുന്നതല്ലേ, അല്ലാതെ നിന്റെ മൂട്ടി കൊണ്ട് ആരും ഇട്ടതല്ലോ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ ഈ ക്രിപ്റ്റോ മച്ചാനെയൊക്കെ അന്ന് നീ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞു, കണ്ടപ്പോൾ ഞാൻ ഒഴിയേണ്ടതായിരുന്നു. അല്ലാതെ ഇപ്പൊ വന്നിട്ട് മൂട്ടി തീയിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? അപ്പൊ അന്ന് ഇത്രയും ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നിനക്ക് ഒരു നിമിഷം മതിയല്ല ഈ ആരൊക്കെയാണ് ക്രിപ്റ്റോയെ കുറിച്ച് അറിയാനോ, ഇൻഫ്ലുവൻസിനെ നമ്പർ കിട്ടാനോ, അവർക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാനോ ഒക്കെ. അല്ലാതെ ഇപ്പൊ വന്ന് ലൈവിൽ ഇട്ടിട്ട് അവരുടെ നമ്പർ വേണം ഇങ്ങനെ വേണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അന്നേ നിനക്ക് അതിന് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം ഈ അത്ര ഓപ്ഷൻ ഉണ്ടായിട്ട് നീ അത് യൂസ് ചെയ്യാതെ ഇപ്പൊ വന്ന് കരഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല. എടാ മോനെ, എനിക്ക് പോയ പൈസ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 3-4 മാസം കൊണ്ട് ഞാൻ തിരിച്ചു പിടിക്കും. നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാൻ ഉള്ള ഇതല്ല. പിന്നെന്ന് വെച്ചാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കിയ പൈസ ഒന്നല്ല. അതുകൊണ്ട് എനിക്ക് അത്ര ഞാൻ വീണു പോകാൻ മാത്രം ഇതില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ സന്തോഷിക്കേണ്ട കാര്യമില്ല. ഇതെന്ന് വെച്ചാൽ ഞാൻ 3-4 മാസം കൊണ്ട് ഞാൻ തിരിച്ച്, അഥവാ പോയില്ലെങ്കിൽ ഇതിപ്പോ കുടുങ്ങി കിടക്കുകയാണ്. തിരിച്ചു കിട്ടുവാണെങ്കിൽ അൽഹംദുലില്ലാ. പക്ഷെ അതല്ലെങ്കിൽ അഥവാ ഇത് കിട്ടൂല എന്നുള്ള അവസ്ഥയാണെങ്കിൽ ഫോറവർ ഇത് കുടുങ്ങി കിടക്കുക എന്നുള്ള അവസ്ഥയാണെങ്കിൽ മോനെ 3-4 മാസം, മാക്സിമം 6 മാസം അതിനുള്ളിൽ എനിക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാൻ കഴിയും. അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. തൊപ്പിയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇതൊരു ചെറിയ എമൗണ്ട് തന്നെ, ഏകദേശം ഒരു 4-5 മാസം കൊണ്ട് തന്നെ തൊപ്പിയെ തിരിച്ചു പിടിക്കുമെന്ന് അറിയാം. എന്നാലും അധ്വാനിച്ച പൈസയാണ്, അഥവാ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടട്ടെ. അത് അതിന്റെ മുന്നിൽ അതിന്റെ പിന്നിൽ ആരാണ് സ്കാം ചെയ്യാൻ നോക്കിയതെന്ന് വെച്ചാൽ അവർ പിടിക്കപ്പെടട്ടെ എന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷെ ഇത് കള്ളമാണെങ്കിൽ വൈകാതെ പൊളിയും, അതും നമുക്ക് കാണാം.